കാർഷിക രംഗത്തെ കേരള മോഡലായ കഞ്ഞിക്കുഴി കാണാൻ കടൽ കടന്നുള്ള സംഘവും ബ്രിട്ടനിൽ നിന്നുള്ള ഗവേഷണ വിദ്യാർത്ഥികളാണ് കഞ്ഞിക്കുഴി മാതൃക പഠന വിധേയമാക്കുവാനായി എത്തിയത്. ബ്രിട്ടനിലെ യൂണിവേഴ്സിറ്റിയിൽ ഗവേഷണ വിദ്യാർത്ഥികളായിരിക്കുന്നവർ ഇന്ത്യ സന്ദർശിക്കുന്നതിന്റെ ഭാഗമായി കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിലേക്കും എത്തുകയായിരുന്നു. സുസ്ഥിര വികസനവും ദുരന്ത നിവാരണവും ഐച്ഛിക വിഷയമായി ഗവേഷണം നടത്തുന്നവരാണ് പഠനത്തിന്റെ ഭാഗമായി ഇന്ത്യ സന്ദർശിക്കാനായി എത്തിയത്. കഞ്ഞിക്കുഴിയിലെ കുടുംബശ്രീ നടത്തുന്ന സ്ത്രീ ശാക്തീകരണ പ്രവർത്തനങ്ങളും കാർഷിക മേഖലയിലെ ഇടപെടലുകളും സംഘം കണ്ട് മനസ്സിലാക്കി. പഞ്ചായത്ത് ഓഫീസിലെത്തിയ 13-അംഗ ടീമിനെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം സന്തോഷ് കുമാറിന്റെ നേതൃത്വത്തിൽ പരമ്പരാഗത നെൽവിത്തിനമായ വിരുപ്പും മുണ്ടകനും നൽകിയാണ് വരവേറ്റത്. യുകെയിലെ നോർത്തംബ്രിയ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളാണ് കഞ്ഞിക്കുഴി കാണാൻ വേണ്ടി എത്തിയത്. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റും അതുപോലെ തന്നെ ഹ്യൂമൻ ഡെവലപ്മെൻറ്റുമാണ് അവരുടെ ഐച്ഛിക വിഷയം. കഞ്ഞിക്കുഴിയിലെ സ്ത്രീ ശാക്തീകരണവും ഫിറ്റ്നസും ഒക്കെയാണ് അവർ പഠിക്കുവാൻ വേണ്ടി എത്തിയത്. ഒരുപാട് സംശയങ്ങൾ അവർ ചോദിച്ചു, അതെല്ലാം മറുപടി പറയാൻ കഴിഞ്ഞു. വളരെ ഹാപ്പി ആയിട്ടാണ് അവരെല്ലാം ഇവിടെ നിന്ന് പിരിയുന്നത്. കഞ്ഞിക്കുഴിയിലെ ജനകീയമായ ഇടപെടലിനെ സംബന്ധിച്ചും സ്ത്രീ ശാക്തീകരണത്തെ സംബന്ധിച്ചും ഒക്കെ വളരെ തൃപ്തികരമായിട്ട് അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന കാർഷിക മേഖലയിലെ പ്രശ്നങ്ങളും അവയുടെ പരിഹാര മാർഗങ്ങളും പഞ്ചായത്തിന്റെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളെ പറ്റിയും സംഘം ചർച്ച ചെയ്തു. വൈസ് പ്രസിഡന്റ് ലിജിത തിലകൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ ആർ അശ്വിൻ, ജി മുരളി, വിജിമോൾ, സെക്രട്ടറി ടി എഫ് സെബാസ്റ്റ്യൻ, CDS വൈസ് ചെയർപേഴ്സൺ മോളി ഭദ്രസേനൻ, പഞ്ചായത്ത് അംഗങ്ങളായ പി മുരളി, വി സോയ, എം കെ സജി, പി അക്ബർ, സജിത ബൈജു, MD മുരളി തുടങ്ങിയവരും പങ്കെടുത്തു.